ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ ഇപ്പോൾ കുറേശ്ശെ ബെറ്ററായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേശ്ശെയൊക്കെ ജോലി ചെയ്ത് തുടങ്ങി. അപ്പോൾ കുറേശ്ശെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് എല്ലാവരോടും താങ്ക്സ് പറയാനുണ്ട്. കാരണം എൻ്റെ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എന്തുകൊണ്ട് ഇത്രയും നാൾ വീഡിയോ ഇട്ടിരുന്നില്ല എന്നുള്ള ആ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന ആ ഒരു വലിയ സപ്പോർട്ടിന് ഒരുപാട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്, ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് താങ്ക്സ് പറയുകയാണ്. കാരണം കുറേ വ്യൂസും കുറേ കമൻസും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ അതുപോലെ തന്നെ ഇനിയുള്ള എൻ്റെ വീഡിയോസും എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്താ പറയുന്നത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും നമ്മുടെ ഈ ചാനൽ ഗ്രോ ചെയ്യുള്ളൂ. എങ്ങനെയെങ്കിലും എനിക്കും എന്താ പറയുന്നത്, ചാനലൊന്ന് ഒരു 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും ഒക്കെ എത്തണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം കുറേ നാളായിട്ട് ഞാൻ കഷ്ടപ്പെടുമല്ലേ. അപ്പോൾ ആ കഷ്ടപ്പെടുന്നതിന് നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അത്രയും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വലിയ സന്തോഷമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഞാൻ മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഇതുപോലെ വയ്യായിക വന്നാലേ പ്രശ്നമുള്ളൂ, എങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകാം. കുറേ അധികം ദിവസമായി കേട്ടോ, ദിവസമല്ല മാസങ്ങളായി ഞാൻ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ, എനിക്ക് അത്രയും മോശമായിട്ടുള്ള കണ്ടീഷൻസിലൂടെ ഞാൻ കടന്നു പോവുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ റുമറ്റോളജിസ്റ്റിൻ്റെ മരുന്നും പിന്നെ ന്യൂറോ സർജൻ്റെ മരുന്നും ഒക്കെ ആയിട്ടാണ് കുറച്ചെങ്കിലും ഞാനിങ്ങനെ ഇപ്പോൾ എഴുന്നേക്കാൻ തുടങ്ങിയത്. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇനി ഒന്നേന്ന് ശരിയാക്കി എടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് ഹെൽപ്പിന് ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം എങ്ങാനും ഹെൽപ്പിന് ഒരാൾ വരും, രാധാകൃഷ്ണൻ വരും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. പക്ഷെ രാധാകൃഷ്ണന് ഇതുപോലെ തുണികൾ മടക്കാനോ അല്ലെങ്കിൽ നമ്മളെ എന്തൊക്കെ സാധനം എവിടെയൊക്കെയാണ് വെച്ചിരിക്കുന്നതെന്നോ അതൊന്നും രാധാകൃഷ്ണന് അറിയില്ല. അതിപ്പം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവർക്കറിയാവോ നമ്മുടെ സാധനങ്ങൾ എങ്ങനെയാണ് നമ്മൾ സൂക്ഷിക്കുന്നതെന്നും എവിടെ വെക്കണമെന്നും ഒന്നും അവർക്കറിയത്തില്ല. അപ്പോൾ പുള്ളി എന്താ പറയുന്നത്, താഴ്ഭാഗമൊക്കെ തൂത്തും തുടച്ചും അങ്ങനെയൊക്കെ നിലം തൂക്കുക, തുടയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്തു പോകും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. എന്നാലും ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ എനിക്ക് ഒരു ഇച്ചിരി ആരോഗ്യം വരുമ്പോൾ ഈ തുണികൾ അലക്കിയിട്ടിരിക്കുന്നത് ഞാൻ ഇടയ്ക്ക് അലക്കി, വാഷിംഗ് മെഷീനിലാണല്ലോ, അപ്പോൾ അതിൽ അലക്കി ഡ്രയറിൽ ഉണക്കി എടുത്താൽ മതിയല്ലോ. അപ്പോൾ അതെന്നിട്ട് ഒരാഴ്ച കൊണ്ടൊക്കെ കുറേശ്ശെ മടക്കിയൊക്കെ വെക്കുമായിരുന്നു. അല്ലാതെ വലിയ ഇങ്ങനെ കുക്കിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മനഃപൂർവ്വമല്ല, പറ്റുന്നില്ല, ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പം ഞാനിപ്പോൾ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും അത് തന്നെയാണ്. മീൻസ് ആർക്കും ഇങ്ങനെ എന്നുള്ള ഒരു അവസ്ഥകളൊന്നും വരരുതെന്നുള്ളത്. കാരണം വീട്ടിലെ സ്ത്രീകൾ എന്ന് പറയുമ്പോഴത്തേല് ഇപ്പം പുരുഷന്മാർ എത്ര നമ്മളെ സഹായിക്കുമെന്ന് പറഞ്ഞിരുന്നിരുന്നാലും സ്ത്രീകളാണ് ശരിക്കും ഒരു കുടുംബം നടത്തിക്കൊണ്ട് പോകുന്നത്. എപ്പോഴും സ്ത്രീകളായിരിക്കുമല്ലോ അതിൽ കൂടുതൽ പങ്ക് വഹിക്കുന്നത്. അപ്പോൾ ആ സ്ത്രീകൾ കിടപ്പിലായി പോയി കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പാടാണ്. മീൻസ് വീട്ടിൻ്റെ ആ ഒരു എന്താ പറയുന്നത്, കംപ്ലീറ്റ് ചലനവും അങ്ങ് നിൽക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങളൊന്നും ചെയ്യില്ല എന്നല്ല കേട്ടോ. പക്ഷെ അവർക്ക് ഇത് ഒരു സിനിമയിൽ ജയറാം ചോദിക്കുന്നുണ്ടല്ലോ, എങ്ങനെയാ നിങ്ങൾ വീട്ടിലെ ഈ പണികളൊക്കെ ചെയ്തിട്ട് കറക്റ്റ് ഓഫീസിലെത്തുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേല് ആ സ്ത്രീ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഇതൊക്കെ ഒരു താളമാണ് സാറേ എന്ന്. അതും തന്നെയാണ്, ഇതൊക്കെ ഒരു താളമാണ്. ആ ഒരു താളം ഒരു സ്ത്രീക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് ചിലപ്പം ദൈവം അങ്ങനെ ആയിരിക്കാം ഒരു സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവർക്ക് മീൻസ് ആ താളം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല,
അടുക്കും ചിട്ടയോടുകൂടെ ചെയ്തു പോകാനുള്ള ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. അതിനാണ് ഞാൻ താളം എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. ഇനി അതിന് കയറിയിട്ട് കുറേ പേരൊക്കെ നെഗറ്റീവ് കമൻസ് ഒക്കെ ഇടാറുണ്ട്. അങ്ങനെയൊന്നും ഇട്ട് കളയില്ലേ, ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയും മാത്രമാണ്, അടുക്കും ചിട്ട എന്നുള്ള ആ ഒരു ഇതിൽ. അപ്പോൾ രാവിലെ ഞാൻ ഇഡ്ലിക്ക് മാവ് പുറത്തുനിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇഡ്ലിക്ക് ഇഡ്ലി അടുപ്പത്ത് വെച്ചു. സാമ്പാർ ഞാൻ തലേദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ചായ ഇടുവാണ് കേട്ടോ. അപ്പോൾ ഇഡ്ലിയും സാമ്പാറും ആയി കഴിയുമ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ച കാലം മറന്നു. കാരണം എന്തെങ്കിലും അഥവാ എനിക്ക് ടേസ്റ്റ് മാറി വല്ലതും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടലിൽ നിന്ന് മേടിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. എന്ന് വെച്ചാൽ തൊട്ടടുത്ത് എൻ്റെ വീടുണ്ട് എന്നിരുന്നാലും എനിക്കങ്ങനെ എന്താ പറയുന്നത്, എനിക്കങ്ങനെ ഒരാളെയും ബുദ്ധിമുട്ടിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് വെച്ചാൽ എനിക്കറിയാം, ഇപ്പോൾ ഞാൻ ഒരു വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ ഇപ്പം എൻ്റെ വീട്ടിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ എന്തോരം ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോൾ ഒരാൾക്ക് വെക്കാനായിരുന്നിരുന്നാലും 9 പേർക്ക് വെക്കാനായിരുന്നിരുന്നാലും സമയം കുറച്ചും ആ സെയിം ടൈം മതി. പക്ഷെ അളവ് എല്ലാത്തിൻ്റെയും കൂടുതൽ വേണം. അപ്പോൾ ഞാൻ ഈ ഒരു മേഖലകളിൽ കൂടിയൊക്കെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. മീൻസ് ഇങ്ങനെ കുക്കിങ് എല്ലാ ഇത് തന്നെയാണ് പ്രിയയുടെയും അവസ്ഥ എന്ന് പറയുന്നത്. മീൻസ് പ്രിയയ്ക്ക് അവിടെ ഡാഡിയുണ്ട്, മമ്മിയുണ്ട്, ഷിബു ഉണ്ട്, ജോനയുണ്ട്. അപ്പോൾ പിന്നെ പ്രിയ 5 പേരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് പിന്നെ ഞങ്ങൾക്കും കൂടെ ഉണ്ടാക്കി തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാളോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ക്രൂരതയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം വല്ലപ്പോഴും ഒരു ദിവസം ഒക്കെ ആണെങ്കിൽ ഓക്കെ, നമുക്ക് തീരെ വയ്യാത്തപ്പോഴത്തേൽ നമുക്ക് പോയി കഴിക്കാം. ഞാൻ അങ്ങനെ 1-2 ദിവസമൊക്കെ മമ്മി എനിക്ക് ഇങ്ങനെ ഫുഡ് കൊണ്ട് തന്നിട്ട് ഉച്ചയ്ക്ക് ഊണ് കൊണ്ട് തന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഡെയിലി അത് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസാക്ഷിക്ക് അത് ഭയങ്കര ഒരു കുറ്റബോധം പോലെയാണ്, ഒരാളെ കഷ്ടപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഇതാക്കുന്നത്. പക്ഷെ ഞാൻ എത്ര പേർക്ക് വേണമെങ്കിലും ചെയ്തു കൊടുക്കും കേട്ടോ, എനിക്ക് ആ മടിയൊന്നുമില്ല. പക്ഷെ എനിക്ക് മറ്റൊരാളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതോ അത് കഷ്ടപ്പെടുത്തുന്നതോ എനിക്കിഷ്ടമില്ല. എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾ കാണുന്നവർക്ക് ചിലപ്പോൾ തോന്നാം തൊട്ടടുത്തല്ലേ വീട്, അപ്പം പിന്നെ അവിടുന്ന് കഴിച്ചുകൂടെയെന്ന്. അതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തത്. അല്ലാണ്ട് അവരാരും എന്നോട് കഴിക്കാൻ എന്നെ ക്ഷണിക്കാഞ്ഞിട്ടോ എന്നെ എന്നും നിർബന്ധിക്കാറുണ്ട്. പക്ഷെ ഞാൻ അതുകൊണ്ടാണ് പ്രിയെ ബുദ്ധിമുട്ടിപ്പിക്കരുതെന്ന് വിചാരിച്ചിട്ട്. കാരണം ഒരു ഇച്ചിരി കറിയേലും ബാക്കിയിരുന്നാൽ അതിന് പിറ്റേ ദിവസം അതൊരു സഹായമാവും. അപ്പം അതിന് ആ കറി വെച്ചിട്ട് ചിലപ്പം ഒന്ന് ചൂടാക്കി മാനേജ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ പ്രിയയ്ക്കും ഇപ്പം കുറച്ച് ബുദ്ധിമുട്ടുകളും വയ്യായികളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണമല്ലോ. അങ്ങനെ അപ്പോൾ ചായയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഉള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇന്നാണ് ഒരു 2 മാസത്തിന് ശേഷം ചോറും കറിയും വെക്കുന്നത്. അപ്പോൾ ചോറ് വെക്കുന്നുണ്ടായിരുന്നു ഡെയിലി. സാഞ്ചേട്ടൻ ചോറ് വെക്കും. കാരണം ഡാനി ഇക്കറും ഉണ്ടല്ലോ, അവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ചോറ് വെക്കുമായിരുന്നു, കറികളൊന്നും അങ്ങനെ വെക്കാറില്ലായിരുന്നു. പിന്നെ ഞാൻ ഇപ്പോഴല്ല, ഇടയ്ക്ക് എപ്പോഴോ ഒരു ദിവസം എഴുന്നേറ്റ് തീരെ സാഞ്ചേട്ടനും പുറത്തു പോകാൻ വയ്യാതെ വന്നപ്പോഴത്തേല് ഒരു മോര് കാച്ചിയെടുത്തു. അത് തേങ്ങയൊന്നും ഇട്ടിട്ടല്ല, അല്ലാതെ ഉള്ളി മുളകും ഒക്കെ പൊട്ടിച്ചിട്ടിട്ട് ജസ്റ്റ് തൈരൊന്ന് ചൂടാക്കി എടുക്കുന്നത്. ആ ഒരു മോര് കാച്ചിയിട്ട് പിന്നെ മുട്ട പൊരിച്ചൊക്കെ കഴിച്ചു. അല്ലാതെ കറികളായിട്ട് ഇപ്പോഴാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ബീട്രൂട്ടും ക്യാരറ്റും സവാളയും കൂടെ ഇട്ടിട്ട് ഞാൻ ചോപ്പറിൽ നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഒരു ബീട്രൂട്ട് തോരൻ വെക്കുവാണേ. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു ഉണക്ക ചെമ്മീന് ചക്കക്കുരുവും പച്ചമാങ്ങയും ഇട്ടിട്ട് വെക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ. അത് കൂടുതലും ഉണക്ക ചെമ്മീനേക്കാളും പച്ച ചെമ്മീൻ ഇട്ടിട്ട് വെക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പം എൻ്റെ കയ്യിൽ പച്ച ചെമ്മീൻ ഉണ്ടായിരുന്നില്ല, ഉണക്ക ചെമ്മീൻ കുറച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആ കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലി ഞാൻ
തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ചിട്ടൊക്കെ ബീട്രൂട്ട് തോരൻ വെക്കാനുള്ള പരിപാടികളാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ സാധാരണ പൊതുവെ ഞാൻ ഈ ചക്കപ്പഴം കഴിക്കും. പച്ചച്ചക്കയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ചക്ക വെട്ടി പൊളിച്ചെടുത്ത് അതിൽ നിന്ന് അരിഞ്ഞൊക്കെ എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ്. ചക്കക്കറി എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള പിന്നെ ഇപ്പോൾ നമ്മൾ ഒരു സിറ്റി ലൈഫാണ്. അപ്പം ഞങ്ങളുടെ ഇവിടെയൊന്നും ഈ പ്ലാവോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഡാഡി എന്താ പറയുന്നത്, മെയിൻ റോഡ് നമ്മുടെ ക്യാമ്പസിനകത്ത് തന്നെ ഒരു മാവ് നട്ടിട്ടുണ്ട്. അപ്പം അതിൽ നിറയെ മാങ്ങ പിടിക്കുന്നുണ്ട് കേട്ടോ. അത് ഈ 3 വർഷം കൊണ്ട് കായ്ക്കുന്ന ഒരു മാവായിരുന്നു. അപ്പം അത് നന്നായിട്ട് മാങ്ങയൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ നല്ല പുളിയുള്ള മാങ്ങയാണത്. അല്ലാതെ ഈ പ്ലാവൊന്നുമില്ല. അതുകൊണ്ട് ചക്കയൊക്കെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ സാഞ്ചേട്ടൻ അങ്ങനെ പൂവാറാണ് സാഞ്ചേട്ടൻ്റെ ഓഫീസ്. അപ്പം അവിടെയൊക്കെ ചക്കയൊക്കെ കിട്ടാറുണ്ട്. അപ്പം അവിടുന്ന് ഈ ചക്കപ്പഴം കൊണ്ടുവരാറുണ്ട്, പച്ചച്ചക്ക കൊണ്ടുവരാറില്ല. സാഞ്ചേട്ടന് ഈ പച്ച ചക്ക വെച്ചിട്ടുള്ള കറികളൊന്നും അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് അത് കൊണ്ടുവരാറില്ല. അതുകൊണ്ട് ചക്കക്കുരു ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കറി വെക്കാറില്ല കേട്ടോ. ഇതുവരെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ വെച്ചിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉണക്ക ചെമ്മീൻ്റെ തലയും വാലും ഒക്കെ ഞാൻ കളഞ്ഞിട്ട് നന്നായിട്ട് അത് കഴുകിയെടുത്തിട്ട് അതൊന്ന് വറുത്തെടുക്കുവാണ് കേട്ടോ. കാരണം അത് നന്നായിട്ടൊന്ന് ഇല്ലെങ്കിൽ പിന്നെ അതിൽ നമ്മൾ കഴിക്കുമ്പോഴത്തേലും ആ ഒരു ക്രിസ്പിനെസ്സും കിട്ടത്തില്ല, സോഫ്റ്റ് ആയി പോവും. ചിലപ്പം അതിലങ്ങ് അലിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ചെമ്മീൻ കറി ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കുക. അതിന് ശേഷം ഇത് നന്നായിട്ട് വറുത്തതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങ അരച്ചാണ് എടുക്കുന്നത് കേട്ടോ. തേങ്ങയും ഈ പച്ച അരപ്പുണ്ടല്ലോ, തേങ്ങ പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് ഒരുമിച്ച് അരച്ചെടുക്കാറാണ് പതിവ്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഏകദേശം ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മുളക് പൊടിയാണ് ബീട്രൂട്ട് തോരൻ വയ്ക്കുന്ന എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, ഞാൻ മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടിയും ചേർത്തതിന് ശേഷം കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് അതൊന്ന് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് ആകുമ്പോഴേക്കും തേങ്ങയും കൂടി ഒന്ന് വെന്ത് വരും. അപ്പോഴേക്കും നമുക്കിത് തീയൊക്കെ ഓഫ് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പം നമ്മുടെ ബീട്രൂട്ട് തോരനും റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലിയും റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലി ഇതുവരെ ഇളക്കിയിട്ടില്ല, അതിങ്ങനെ മാറ്റി വെച്ചേക്കുവാണ്. അപ്പോൾ ഇങ്ങനെയാണ് ചക്കക്കുരുവിൻ്റെ കാര്യം പറഞ്ഞു വരുന്നത്. അങ്ങനെ ചക്കക്കുരു ഒന്നും വെച്ചിട്ട് ഞാൻ ഇന്ന് വരെ ഒരു കറിയും വെച്ചിട്ടില്ല. എനിക്ക് അറിയില്ല, വെച്ചാൽ വീട്ടിലൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ വീട്ടിൽ താമസിച്ചിരുന്ന സമയത്ത് അവിടെ മുരിങ്ങയ്ക്കയും ചക്കക്കുരുവും ഒക്കെ ഇട്ടിട്ടൊക്കെ തോരനൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം എൻ്റെ മക്കളായിരുന്നിരുന്നാലും ഇതൊന്നും കഴിക്കില്ല. സാഞ്ചേട്ടനും ഇതൊന്നും കഴിച്ച് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ സാഞ്ചേട്ടൻ കുറച്ച് നാളായിട്ട് പറയുന്നുണ്ട്, എടോ ചക്കക്കുരു ഒക്കെ ഇട്ടിട്ട്. സാഞ്ചേട്ടൻ ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അവർക്ക് അവിടുന്ന് ഭക്ഷണം കിട്ടും. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ മുരിങ്ങയ്ക്കയും ചക്കക്കുരു ഒക്കെ ഇട്ടിട്ട് തോരനൊക്കെ വെച്ചിട്ട് കൊണ്ടുവരാറുണ്ട്. അതിന് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഈ ചക്കക്കുരുവിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുന്നതൊക്കെ പറഞ്ഞപ്പോഴത്തേലും ഞാനിങ്ങനെ പറഞ്ഞു, സാഞ്ചേട്ടൻ ചില വീഡിയോസിലൊക്കെ ഞാനിങ്ങനെ ചക്കക്കുരു ഇട്ടിട്ട് ചെമ്മീൻ കറിയൊക്കെ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് ഭയങ്കര ടേസ്റ്റാടോ, അപ്പം അതുപോലെ ഒന്ന് വെക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഫ്രഷ് ചെമ്മീനില്ല, ഉണക്ക ചെമ്മീൻ കുറച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഒരു ട്രൈ ആൻഡ് എറർ ആയിരുന്നു. കാരണം ഞാൻ ഇതുവരെ വെച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്കത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ വെച്ച് കഴിഞ്ഞപ്പോഴത്തേലും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ കുഞ്ഞുള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞുള്ളി വളരെ ചെറുതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇങ്ങനെ ഇത്രയും പണി ചെയ്തപ്പോൾ തന്നെ കഴുത്തിൽ കോളർ ഇട്ടിട്ട്
നിന്നിട്ട് വേണമായിരുന്നു എനിക്ക് ജോലി ചെയ്യാൻ. പക്ഷേ എൻ്റെ കോളർ കുറച്ച് വലുതായപ്പോൾ എനിക്കത് കഴുത്തിലിടുമ്പോഴേക്കും കഴുത്തിൽ നിന്ന് ഇങ്ങനെ നട്ടെല്ലിലോട്ട് ഭയങ്കര വേദന വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കോളർ ഇടാനും ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഡോക്ടറുടെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അത്രയും വലുതിടാൻ പാടില്ല, മീഡിയം സൈസ് മേടിച്ചിടാൻ പറഞ്ഞു. മീഡിയം സൈസ് ഇടുമ്പം വലിയ പ്രശ്നമില്ല, എന്നാലും ഒരു ഫോറിൻ ബോഡി നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, ആ ബുദ്ധിമുട്ട് എനിക്കുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുള്ളി ഞാൻ അതുകൊണ്ട് എനിക്ക് നിന്ന് ഇങ്ങനെ അരിയാനായിട്ട് എന്നെ കൊണ്ട് ആവത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ചോപ്പറിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തു. അപ്പോഴേക്കും അത് ആവശ്യത്തിന് കട്ടായിട്ട് വന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ഇപ്പോൾ മൺചട്ടിയിലാണ് എനിക്ക് മീൻകറികൾ എല്ലാം വെക്കുന്നത്, മൺചട്ടിയിൽ വെക്കാനാണ് ഇഷ്ടം. ഇത് മീൻകറി മാത്രമല്ല, അവിയൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഈ പച്ചടി കിച്ചടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മൺചട്ടിയിൽ വെക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ മൺചട്ടി ഏറ്റവും ചെറുതാണ് വെച്ചത്. പക്ഷേ അത് തീരെ ചെറുതായിപ്പോയി, കുറച്ചും അടുത്ത സൈസ് വെക്കണമായിരുന്നു. പക്ഷെ ഞാൻ ആദ്യം വെച്ചപ്പോഴത്തേലും അങ്ങ് ചെറുതായിപ്പോയി. പിന്നെ അതിൽ തന്നെ അങ്ങ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കറിവേപ്പിലയും ഈ കുഞ്ഞുള്ളി അരിഞ്ഞതുണ്ടല്ലോ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതൊരു എന്താ പറയുന്നത്, സോഫ്റ്റ് ആയ പോലെ ചെറുതായിട്ടൊന്ന് കളറ് മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലേക്ക് ഞാൻ ഇഞ്ചി ചതച്ചാണ് എടുത്തത് കേട്ടോ. ഇഞ്ചി ചോപ്പറിലിട്ട് അരിഞ്ഞെടുത്തില്ല, പകരം ഞാൻ കല്ലിലൊന്ന് ചതച്ചാണ് എടുത്തത്. അപ്പോൾ ആ ഇഞ്ചി ചതച്ചതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് അത് ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നത് വരെ അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് വഴറ്റുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കുവാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അത് അരയണം. പേസ്റ്റായിട്ട് അരഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് എന്താ പറയുന്നത്, കറിക്ക് ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടിങ്ങനെ വഴണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ആദ്യമേ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഇപ്രാവശ്യത്തെ എൻ്റെ വീഡിയോയ്ക്ക് ഒരുപാട് കമൻസും ഒരുപാട് വ്യൂസും ഒക്കെ കിട്ടി എന്നുള്ളത്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഒത്തിരി താങ്ക്സ് ഉണ്ട്. അത് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്. എന്നാലും എനിക്ക് എൻ്റെ സന്തോഷം മനസ്സിലടക്കി പിടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് വീണ്ടും ഞാൻ നിങ്ങളോട് ഒത്തിരി താങ്ക്സ് പറയുന്നത്. അപ്പോൾ ഇനിയും ഉള്ള വീഡിയോസിലും ഇതുപോലെ സപ്പോർട്ട് ഉണ്ടാവണം എന്ന് വീണ്ടും ഒന്നുകൂടെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇതാ കുറച്ച് മുളക് പൊടി. പിന്നെ ഞാൻ ചേർക്കുന്ന മുളക് പൊടി ഞാൻ ഇടുന്നത് ഏറ്റവും കുഞ്ഞു സ്പൂണാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു 2 ടീസ്പൂൺ ഇടുന്നത് ആയിരിക്കും ഞാൻ 4 ഈ കുഞ്ഞു സ്പൂണിൽ ഇടുന്നത്. 2 ടീസ്പൂണേ ശരിക്കും പറഞ്ഞാൽ അതിൽ വീഴുന്നുള്ളൂ. പിന്നെ ഇത് കാശ്മീരി ചില്ലി പൗഡറും കൂടെയാണ്. എന്നിട്ട് അതേ ചെറിയ സ്പൂണിൽ തന്നെ ഒരു 1.5 സ്പൂണാണ് ഞാൻ മല്ലിപ്പൊടി ഇട്ടത്. അപ്പോൾ ഒരു ടീസ്പൂണിന് താഴെ വന്നിട്ടുള്ളൂ മല്ലിപ്പൊടി കുറച്ചേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ. പിന്നെ ഉപ്പ് അല്ലാതെ ഇട്ടിട്ട് നമുക്ക് കറിയിൽ നേരിട്ട് ചേർക്കാം. പക്ഷെ ഞാൻ വിചാരിച്ചു ഇതിൽ ഒരുമിച്ചിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ എപ്പോഴും നേരത്തെയുള്ള വീഡിയോസിലൊക്കെ പറയാറില്ല, ഞാൻ എപ്പോഴും ജഗ്ഗിൽ വെള്ളം ഇങ്ങനെ ചൂടാക്കി വെച്ചേക്കും. കാരണം കറി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേൽ ചൂടുവെള്ളം ചേർക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും ഇതായിരിക്കും. അപ്പോൾ ഇതിലൊരു ലൈറ്റ് ആയിട്ട് വളരെ വാം വാട്ടറാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് അത് അരയ്ക്കുമ്പോഴത്തേൽ അത് നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടും കേട്ടോ. ഒട്ടും ഇങ്ങനെ തരി ഉണ്ടാവില്ല. അപ്പോൾ അത് നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, കുറച്ച് കളറ് മാറിയിട്ടുമുണ്ട്. എന്നിട്ട് അത് ഇതിലേക്ക് നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുവാണ്. ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ മിക്സിയിൽ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ കൂടെ ഒന്ന് ചേർത്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് അതും കൂടി ഒഴിച്ചേക്കുക.
പക്ഷേ അപ്പോഴേക്കും വെള്ളം തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വേറെ ചൂടുവെള്ളം പിന്നെ ഞാൻ ഒഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിന് ശേഷമാണ് ഇതിലേക്ക് പിന്നെ ചേർക്കുന്നതാണ് പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു 3-4 പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അരിഞ്ഞിട്ട് കൊടുക്കും. അത് ആദ്യമേ ഒന്നും ഇട്ട് കൊടുത്തില്ല. ഈ കറി ഇങ്ങനെ ഇതിൻ്റെ മിക്സ് ഒഴിച്ചതിന് ശേഷമാണ് മുളക് അരിഞ്ഞിട്ട് കൊടുത്തത്. അപ്പോൾ ഞാനിതൊക്കെ എടുത്ത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോന്നും ഇപ്പം മുളക് ഇങ്ങനെ കറിയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേല് അതിൻ്റെ ടേസ്റ്റ് ഒന്നായിരിക്കും. അത് നമ്മുടെ ഉള്ളിയുടെ കൂടെ വഴറ്റിയെടുക്കുമ്പോഴത്തേല് അതിൻ്റെ ടേസ്റ്റ് വേറൊന്നായിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് പറഞ്ഞത് കേട്ടോ. ഇത് വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കും. ഈ കറിക്ക് ഇങ്ങനെ വെക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ ചേച്ചി എന്തിനാ ഈ മുളകൊക്കെ അരിഞ്ഞിടുന്നത്, ഇങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യം എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ചക്കക്കുരു ഞാൻ കുറച്ച് വേവിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തലേദിവസം രാത്രി ഞാൻ കുറച്ച് വേവിച്ച് അതിൻ്റെ സ്കിൻ മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് ചക്കക്കുരു അപ്പോൾ വെന്തതാണ്. അപ്പോൾ ഇനിയിപ്പം കറികളൊന്നും പിന്നെ ആ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ആ കറി ഒന്ന് അതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി കിട്ടണം, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമാങ്ങയാണ്. അപ്പോൾ പച്ചമാങ്ങ ഞാനിപ്പോൾ ഒരു എളുപ്പ് ഇത് വെച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ വീട്ടിലിങ്ങനെ മാങ്ങ കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ കുറച്ച് മാങ്ങ ഞാൻ കൊണ്ടുവന്നിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞ് ഞാൻ അത് സിപ്ലോ കവറിലിട്ട് ഫ്രീസറിൽ വെക്കും കേട്ടോ. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ കഴിഞ്ഞിരുന്നിരുന്നാലും മാങ്ങ കേടാവത്തില്ല. അത് അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പം ഞാൻ ഇതിൽ ചേർക്കുന്ന മാങ്ങ ഒരു 3-4 മാസം മുന്നേ ഞാൻ അരിഞ്ഞ് ഫ്രീസറിൽ വെച്ചിരുന്ന മാങ്ങയാണ്. അപ്പം അതാണ് ഞാനിതിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. പക്ഷെ ഒട്ടും അത് കേടായിട്ടോ ടേസ്റ്റ് വ്യത്യാസമോ ഒന്നുമില്ല, നല്ല ഇതായിട്ടിരിക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് ഇപ്പം ഞാൻ ആ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീനും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തോട്ടെ. ഇത് ഇത്തിരി അത്യാവശ്യം കുറച്ച് ഉണക്കച്ചെമ്മീൻ ഉള്ളത് കൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കറിക്ക്. തീരെ കുറഞ്ഞു പോയിരുന്നിരുന്നാലും അതിന് അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ഇത് ഇത്രയും ഉണ്ടായിരുന്നതുകൊണ്ട് ഈ കറി ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഈ ഒരൊറ്റ കറി മാത്രം മതി കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു തോരൻ വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന്. കാരണം ഈ കറി മാത്രം കൂട്ടിയാൽ തന്നെ നമുക്ക് ഒരു പറ ചോറ് തിന്നാം. അത്ര നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. അപ്പം നിങ്ങൾ ആരും ഇതുവരെ ഇങ്ങനെ ഈ കറി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, വെച്ചിട്ടുള്ളവർ ഒരുപാട് പേരുണ്ടാവുമായിരിക്കും. വെച്ചിട്ടില്ലാത്തവർ ഒന്ന് ഇത് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ പച്ചമാങ്ങ അതുകൊണ്ടോ ഒരു കുഴപ്പമില്ല, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുവാണ്. അപ്പോൾ ഇത് നല്ല പുളിയുള്ള മാങ്ങയായിട്ട് ഞാൻ ഒരുപാടൊന്നും ഇട്ട് കൊടുത്തില്ല കേട്ടോ. ഇത്രേ ഇട്ട് കൊടുത്തുള്ളൂ. കാരണം ഇത്ര ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ചക്കക്കുരുവിലും ചെമ്മീനിലോട്ടും പിടിക്കണമല്ലോ, രണ്ടിലും പുളി പിടിക്കണം. അതുകൊണ്ടാണ് അത്ര ഇട്ട് കൊടുത്തത്. അല്ലാതെ നമ്മൾ സാധാരണ മീൻകറി വെക്കുമ്പോൾ അത്ര ഇടേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഉണക്കച്ചെമ്മീൻ കറി. ഇതിൽ പിന്നെ എനിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വെള്ളം കുറച്ച് കുറവ് പോലെ തോന്നി. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഞാൻ തിളപ്പിച്ച വെള്ളം ഇതിലൊഴിക്കുകയാണ്. അത് ഞാൻ എല്ലാ വീഡിയോസിലും, ഞാൻ കുക്കിംഗ് വീഡിയോസിലും പറയാറുണ്ട്, കറി നമ്മൾ വെക്കുമ്പോൾ നമ്മൾ പിന്നെ അതിൽ ചേർക്കുന്ന വെള്ളം എപ്പോഴും തിളപ്പിച്ച വെള്ളം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് ആകെ മാറിപ്പോകും കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉലുവാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇരട്ടിക്കുന്നത്. ഉലുവ പൊട്ടിക്കുന്നവരുണ്ട്, ഞാൻ അങ്ങനെ പൊട്ടിക്കാറില്ല. ഞാൻ ഉലുവ പൊടിയായിട്ട് തന്നെ ഇട്ട് കൊടുക്കാറാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത് കുറച്ച് കട്ടിയായിട്ട് ഇരിപ്പുണ്ട്. അതുകൊണ്ട് കുറച്ച് ഞാൻ ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് അടച്ചു വെച്ച് അങ്ങ് എന്താ പറയുന്നത് വേവിക്കുവാണേ. പിന്നെ ഇപ്പോഴത്തെ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ കുറച്ച് നേരം ഇന്നത്തെ ദിവസം തന്നെ ആ ജോലി ചെയ്ത് ഇത്രയും കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പിന്നെയും ഈ തലകറക്കത്തിൻ്റെ പ്രശ്നം തുടങ്ങി. കാരണം
നമ്മുടെ കഴുത്തിങ്ങനെ താഴോട്ട് നോക്കുകയും ഇങ്ങനെ മേളിലോട്ട് നോക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു എന്താ പറയുന്ന പൊസിഷണൽ ചേഞ്ചസ് വരുമ്പോഴെല്ലാം എനിക്ക് കുറേ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇനിയിപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് 2 വീക്സ് കഴിയുമ്പോഴത്തേൽ മെഡിസിൻ തന്നിട്ടുണ്ട് 2 വീക്സിലേക്ക്. അപ്പം അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഇത് കുറവുണ്ടെങ്കിൽ നമുക്ക് എക്സസൈസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സസൈസസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യം. പക്ഷേ എന്നോട് ഒരു മലയെടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ച് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് വളരെ സിമ്പിളായിട്ടും ഭയങ്കര സന്തോഷത്തോടെയും ചെയ്യും. പക്ഷേ ഈ എക്സസൈസ് ചെയ്യാന്ന് പറയുമ്പോഴത്തേലും അതും ഇപ്പം നമുക്ക് ഹെവി എക്സസൈസസ്, യോഗ, അല്ലാതെയുള്ള എക്സസൈസ് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ കഴുത്തിന് മാത്രമുള്ള എക്സസൈസസ് കൊടുക്കുക, അല്ലെങ്കിൽ കൈക്ക് മാത്രമുള്ള എക്സസൈസസ് കൊടുക്കുക, ഇതൊക്കെ ഭയങ്കര മടിയുള്ള കാര്യമാണ് കേട്ടോ. ഇത് മടിയുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ ചെമ്മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്, അവിടെ വെന്ത് റെഡി ആയിരിക്കുകയാണ്. അപ്പം നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് താളിച്ച് ചേർക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കുവാണ്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഞാൻ ഇതും കൂടി ഇടുന്നുണ്ട്, മുളക് പൊടി. അത് ഒരു 1/2 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ആകുമ്പോഴത്തേൽ നല്ലൊരു കളറും കൂടെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതും കൂടി ഒന്ന് ചൂടാക്കി അതിലേക്ക് ഒഴിച്ച് കുറച്ച് നേരം അടച്ചു വെച്ചു. പിന്നെ ഉണ്ണാൻ നേരത്ത് ആണ് അത് ഞാൻ തുറന്ന് ഊണ് കഴിച്ചത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ കഴിവതും നേരത്തെ വരാനായിട്ട് ശ്രമിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ ഈ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനായിട്ട് ഞാൻ ഈ ഫോണിൽ തന്നെ നോക്കിയിരിക്കുമ്പോഴുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് താമസിക്കുന്നത്. എന്നാലും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.